ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ മുഖത്തേക്കൊക്കെ പ്രത്യേക പ്രകാശം ഉണ്ടാവും. ഒരു വഹാബിയുടെ മുഖത്ത് ഒരിക്കലും പ്രകാശം ഉണ്ടാവില്ല. ശ്രദ്ധിച്ചു മനസ്സിലാവും. അത് മനസ്സിലാക്കാത്ത കാലത്തോളം നിങ്ങൾ സുന്നിയാവില്ല. സത്യം ഞാൻ പറഞ്ഞത്. ഒരു വഹാബിക്ക് ഒരിക്കലും മുഖത്ത് പ്രകാശം ഉണ്ടാവില്ല. എത്ര നിസ്കാരത്തെ ഉണ്ടാവും, പ്രകാശം ഉണ്ടാവില്ല. ഹക്ക് അത് നിങ്ങൾക്ക് തിരിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഈ ക്ലാസ്സിന് ഇനി വരും വേണ്ട. നിങ്ങൾക്ക് സുന്നിനെ മുജാഹിദിനെ തിരിച്ചറിയില്ലേ? സത്യമല്ലേ? ഒറ്റ നോട്ടത്തിൽ സുന്നിയാണ് മുജാഹിദാണ്. സുന്നിയുടെ മുഖത്ത് പ്രകാശം ഉണ്ടാവും. എന്ത്? അത് ഹബീബ നബിയെ തൊട്ടതുകൊണ്ടാണ്. സുൽത്താനുള്ള ഇഷ്ടമാണ്. നബിയെ തൊട്ടതിനനുസരിച്ച് പ്രകാശം ഉണ്ടാവും. അത് നബിയിൽ നിന്നുണ്ടാവുന്നതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് അങ്ങനെ ആക്കി തരട്ടെ. അല്ലാഹു അങ്ങനെ ആക്കി തരട്ടെ. കറുകറുത്ത മനുഷ്യന്മാർക്ക് പ്രകാശം ഉണ്ടാവും, കണ്ണിയത്ത് കറുത്ത മനുഷ്യന് പക്ഷെ പ്രകാശം ഉണ്ടായിരുന്നില്ല. അള്ളാഹുവിൻ്റെ പ്രകാശത്തിൻ്റെ നേരിയ ഒരു ഭാഗം ഈ പ്രപഞ്ചത്തിലേക്ക് വന്നാൽ അഹ്റഖത്ത് കരിഞ്ഞു. മൻതഹ ഇലൈഹി ബസറുഹു, അള്ളാഹിൻ്റെ ദൃഷ്ടി അറ്റമാവുന്ന സ്ഥലം മൊത്തം കരിഞ്ഞു. അത് ജലാലിൻ്റെ അവസ്ഥയാണ്. ജമാലുണ്ട് അത് നിലനിൽക്കുന്നത്. അള്ളാഹ്ക്ക് രണ്ടുമുണ്ട്, ജമാലുമുണ്ട് ജലാലുമുണ്ട്. ജമാലുണ്ട് അത് നിലനിൽക്കുന്നത്. ഈ പുൽച്ചെടി ഇതൊക്കെ നിലനിൽക്കുന്നത് ജമാലുകൊണ്ടാണ്. എങ്ങാനും ജലാലുകൊണ്ട് നോക്കിയാലോ അപ്പം കരിഞ്ഞു. فلا راحة للعبد في غير نيله مطالب وافت بحر جود منيفا. نمودي رجائي كبير واسع دون فضله يا رب فضلا منك لطفا تلطفا. فلا راحة للعبد في غير نيله مطالب وافت بحر جود منيفا. فلا راحة للعبد, ഒരടിമക്ക് യാതൊരു റാഹത്തും ഇല്ല. ഫി ഗൈരി നൈലിഹി, ആ അടിമ കരസ്ഥമാക്കുന്നതല്ലാത്ത ഒരു കാര്യത്തിൽ. മതാലിബ, ചില നേട്ടങ്ങളെ. വാഫത്ത്, അത് സമമാകും. ബഹ്റജൂദിൻ, ധർമ്മത്തിൻ്റെ സമുദ്രത്തോട് സമമാകുന്ന, ധർമ്മത്തിൻ്റെ സമുദ്രത്തിൻ്റെ ആ ധർമ്മത്തെ വാങ്ങി വെക്കുക. അതാണ് പറഞ്ഞത് വാഫത്ത്. അതിങ്ങോട്ട് വാങ്ങുക. എവിടുന്നുള്ളത്? ബഹ്റജൂദിൻ, ആ സമുദ്രത്തിൻ്റെ ധർമ്മം. ബഹ്റജൂദിൻ, ആ ധർമ്മത്തിൻ്റെ സമുദ്രം കൊടുക്കണതൊക്കെ വാങ്ങി വെക്കുക. അതിനേക്കാൾ വലിയൊരു നേട്ടം ഒരടിമക്കില്ല. പറഞ്ഞുതരാം, തുടങ്ങിയിട്ട് ഒന്നും കൂടി ആ വരി വായിക്കി. فلا راحة للعبد في غير نيله مطالب وافت بحر جود منيفا. فلا راحة للعبد, ഒരു അടിമക്ക് യാതൊരു റാഹത്തുമില്ല. ഫി ഗൈരി നൈലിഹി, ആ അടിമ കരസ്ഥമാക്കുന്നതല്ലാത്ത കാര്യത്തിൽ. എന്ത് കരസ്ഥമാക്കുക? മതാലിബ, ചില നേട്ടങ്ങളെ. വാഫത്ത്, അത് സമമാകും. ബഹ്റജൂദിൻ, ധർമ്മത്തിൻ്റെ സമുദ്രം കൊടുക്കുന്ന ധർമ്മങ്ങളോട് സമമാവും. അതായത് അതൊക്കെ വാങ്ങുക. മുനൈഫൻ, അത് തന്നെ പരമാവധി കൂട്ടിക്കിട്ടാൻ ആഗ്രഹിക്കുന്ന നിലയിൽ. ആരാ ബഹ്റജൂദ്? ആരാ ധർമ്മത്തിൻ്റെ സമുദ്രം? മുഹമ്മദ്. ധർമ്മത്തിൻ്റെ സമുദ്രം മുഹമ്മദ് നബി അല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹിൽ നിന്ന് റസൂലുള്ള അങ്ങനെ കൊടുക്കുക. മനസ്സിലായില്ലേ? വല്ലാഹുൽ മുഅതി അനിൽ ഖാസിം, അള്ളാഹ് തരുന്നു, ഞാൻ ഓഹരി ചെയ്യുന്നു. ഓഹരി ചെയ്യുന്ന ആൾ ഞാനാണ്. കിട്ടുന്നത് എവിടെ നിന്നാണ്? അള്ളാഹിൻ്റെ ഓഫീസിൽ നിന്നാണ്. പക്ഷെ അപ്പം ഇവിടെ കൈയാട്ടിയിട്ടേ കാര്യമുള്ളൂ, അവിടെ കൈയാട്ടിയിട്ട് കാര്യമല്ല. ഓഫീസ് ഡയറക്റ്റ് ആർക്കും കൊടുക്കൂല. ഓഫീസിൽ നിന്ന് ആർക്ക് കൊടുക്കും? മാനേജർക്ക് കൊടുക്കും. മാനേജറാണ് ശനിയാഴ്ച വൈകുന്നേരം പൈസ കൊടുക്കുക. ഈ ചായ എന്താ പറയുക, ഈ ഇതില്ലേ, എന്താ പറയുക, ചായച്ചെടിൻ്റെ തുപ്പ്, അതിൻ്റെ പണിയെടുക്കുന്ന ആളുകൾ, ചായച്ചെടിക്ക് പണിയെടുക്കുന്ന ആളുകളുണ്ട്. അവർക്ക് ശനിയാഴ്ച ശമ്പളം കിട്ടും. എല്ലാ ആഴ്ചയും ശനിയാഴ്ച. ഞായറാഴ്ച ലീവ് ആയിരിക്കും. കണ്ടിട്ടില്ലേ? നിങ്ങളൊന്നും ഇവിടെ പോയിട്ടില്ല. നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഒന്ന് പോയിക്കോളി മനുഷ്യന്മാർ. വയനാട് കയറിക്കോളി. അവിടെയൊക്കെ എന്തുണ്ട്? ഈ ചായത്തുപ്പ് പറിക്കുന്ന ആളുകളുണ്ട്, ചായച്ചെടിക്ക് പണിയെടുക്കുന്നവരുണ്ട്. അങ്ങനെ കണ്ടിട്ടില്ലേ? കൊട്ടയും കെട്ടിയിട്ട് ഇങ്ങനെ പറിച്ചിങ്ങനെ ഇടും. അവർക്ക് ശമ്പളം തീർക്കൽ ആഴ്ചയിൽ ശമ്പളം തീർക്കും, മാസത്തിലല്ല. ശനിയാഴ്ച അവർക്ക് ശമ്പളം തീർക്കും. അപ്പോൾ ആരാണ് ഈ ശമ്പളം കൊടുക്കുക? മുതലാളിൻ്റെ കമ്പനിയിൽ നിന്ന് പൈസ കിട്ടും. ആർക്ക്? മാനേജർക്ക്.
പൈസ കൊടുക്കലാരാ? മാനേജർ. അപ്പം മാനേജർ സ്ഥിരമായി ഒരു കസേരയിൽ വന്നിരിക്കും, മേശപ്പുറത്ത് പൈസൻ്റെ കിട്ടുവെക്കും, ഇങ്ങനെ കൊടുക്കും. ഓഫീസിൻ്റെ മുന്നിൽ നിന്നാണ് ഒരാൾ ഒച്ചട്ടാൽ ഓൻ ആട്ടൂലേ? എവിടുന്നാണ് അജി വരുന്നത്? ആരുടെ അന്നങ്ങോട് വിട്ട് എന്ന് ചോദിക്കൂലേ? വല്ലാഹു ഹുവൽ മുഅ്തി, അള്ളയാണ് കൊടുക്കുന്നവൻ. വ അനൽ ഖാസിം, ഞാൻ വിതരണക്കാരനാണ്. യാ സുബ്ഹാനല്ലാഹ്, ഇതും പഠിച്ചില്ല ഈ വിട്ടികൾ. കൊടുക്കുന്നവനാര്? അല്ലാഹു. വിതരണക്കാരനാര്? ഞാൻ ഇൻ്റെതല്ല, അള്ളാൻ്റെ ആണ്. പക്ഷെ വിതരണത്തിന് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ആളാവട്ടെ കുടുക്കന്നെയാണ്. അതാണ് ബഹ്റു ജൂദ്, ധർമ്മത്തിൻ്റെ സമുദ്രമാണത്. അതിൽ തൊട്ടതാണ് കാറ്റടിച്ച്, അതിൽ പെട്ടിട്ടാണ് തൊട്ടിട്ടാണ് മഴ പെയ്ത്, അതിൽ പെട്ടിട്ടാണ് സൂര്യൻ ഉദിച്ച്. അത് ബഹ്റു ജൂദാണ്, ധർമ്മത്തിൻ്റെ എന്തൊക്കെ കൊടുക്കുക, എന്തു. ആ ബഹ്റു ജൂദിൽ തൊട്ടിട്ടാണ് പുഷ്പം വിരിഞ്ഞ്. ആ ബഹ്റു ജൂദിൽ തൊട്ടതുകൊണ്ടാണ് ചക്കക്ക് മധുരണ്ടായത്, മാങ്ങക്ക് മധുരണ്ടായത്, റോസാപ്പൂവിന് സുഗന്ധം ഉണ്ടായത്. ഒക്കെ ആ ബഹ്റു ജൂദിൽ തൊട്ടതാണ്. നമ്മളെ ഈ നാലാളുകളെ എന്തല്ല, നമ്മളെ സ്വർഗം മാത്രമല്ല ഈ ലോകത്തെല്ലാം ഉണ്ടായത് ആ ബഹ്റു ജൂദിൽ തൊട്ടതുകൊണ്ടാണ്. വല്ലാഹു അൽ മുഅ്തി, കൊടുക്കുന്നവൻ അല്ലാഹു ആണെങ്കിലും വ അനൽ ഖാസിം, വിതരണക്കാരൻ ഞാനാണ്. യാ അല്ലാഹ്, ഇത് പഠിച്ചോരും അൽ ഖാസിം റസൂലുള്ളാഹിന്റെ പേരാണ്. അൽ ഖാസിം, ഞാൻ ആരാണ്? വിതരണം ചെയ്യുന്നവൻ. അല്ലാഹു അൽ മുഅ്തി, കൊടുക്കുന്നവൻ ആരെന്നെ? അല്ലാഹു. പക്ഷെ ഞാനാരാ? ഞാൻ വിതരണക്കാരൻ, ഞാൻ വിതരണം ചെയ്യും. എന്തും. അപ്പം ഞാൻ വഴിയെ കിട്ടേണ്ടത് കിട്ടുള്ളൂ. ഞാനോ ബഹ്റു ജൂദാണ്, ധർമ്മത്തിൻ്റെ സമുദ്രമാണ് മുഹമ്മദ്. കഴിഞ്ഞൊരു ഏരിയയിൽ അങ്ങനത്തെ ബഹ്റ് എന്ന് ബന്ധപ്പെട്ട ചില വരികൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒന്ന് നോക്ക്. ഇന്നാണ് സ്വർഗത്തിൻ്റെ സുഗന്ധം ആ നബിയിൽ നിന്നുണ്ടായതാന്നൊക്കെ പറഞ്ഞ വരികളില്ലേ, ഈ അടുത്ത കാലത്ത് കഴിഞ്ഞതാണ്. ഇക്സിർ സാദത്തിൽ കടന്നതിന് ശേഷം ഉണ്ട്. അതിന്നാണ് ആ നബിയെ കൊണ്ടാണ് പറഞ്ഞിങ്ങനെ. ഹർഫുൽ ജീം, 41-ാമത്തെ പേജ് നോക്ക്. 41-ാമത്തെ പേജ്. منه الكون قد يتبلج ومن فيلك الجار البحار تموج ومن فيلك الجار البحار تموج. കണ്ടില്ലേ? അഹ്മദു യാ ത്വാഹൽ അമീനു മുഹമ്മദ അലൈക സലാമുൻ ദൂനഹുൽ മിസ്കു യറജു ഫമിൻ തീബിഹി ത്വാബൽ ജിനാനു വനശ്രുഹു ബിഹി ഫാഹ മിസ്കുൻ വൽ കിബാ വൽ ബനഫ്സജു വമിൻ ഹുസ്നിഹി ഹൂറുൽ ജിനാനി തസയ്യനത് വമിൻഹു ജലാലുൻ നാറുഹു തതഅജ്ജജു ومن علمه لوح العلي وجوده به وعليه الخلق والأمر ينسج إذا كاسرى والكل موطئ عليه فأكرم بخير الخلق من هو أبهج وشق له البدر المنير وأسبلت ومام بودق دائما يتسجج. യാവുക അങ്ങയുടെ ആ പ്രഭ, മിൻഹു അതിൽ നിന്നാണ് അൽ കൗനു ഈ പ്രപഞ്ചമാകെ യതബല്ലജു അതിൻ്റെ പ്രകാശം വെളിവായത്. ഈ പ്രപഞ്ചം പ്രകാശിക്കുന്നത് അങ്ങയുടെ ആ മുഖത്തെ പ്രസന്നതയിൽ നിന്നാണ്. മിൻ ഫൈലിക അങ്ങയുടെ ഒഴുക്കിൽ നിന്നാണ്. അൽ ജാരി എന്നും ഒഴുകിക്കൊണ്ടേയിരിക്കുന്ന ഒഴുക്കിൽ നിന്നാണ്. അൽ ബിഹാറു സമുദ്രങ്ങൾ തമവ്വജു അലയടിക്കുന്നത്. സമുദ്രത്തിൽ തിരമാലകൾ ഉണ്ടാകുന്നത്, ആ സമുദ്രത്തിലെ വെള്ളം അലയടിക്കുന്നത് അങ്ങയിൽ നിന്നാണ്. ഇതാണ് പറഞ്ഞത്. ബഹ്റു ജൂദ്, റസൂലുള്ള ബഹ്റു ജൂദാണ്.
അഹ്മദു കണ്ടില്ല കഴിഞ്ഞു ഏതാണ് ലിയാഊക മിൻഹുൽ കൗനു ഖദ് യതബല്ലജു ومن فيلك الجار البحار تموج أحمد يا طه الأمين محمدا عليك سلام دونه المسك يرجو അഹമ്മദ് നബിയെ യാ ത്വാഹയായവനെ അല്ലമീനായവനെ മുഹമ്മദ് എന്ന് പറയപ്പെട്ട ആളെ അലൈക സലാമും അങ്ങയുടെ സലാം ദൂനഹു അങ്ങയുടെ താഴെ അങ്ങയുടെ കീഴിലാണ് അൽ മിസ്ക് കസ്തൂരി ഇറജു കസ്തൂരി അതിൻ്റെ സുഗന്ധം പൊഴിക്കുന്നത്. കസ്തൂരിയുടെ സുഗന്ധം ഉണ്ടായത് അങ്ങയിൽ നിന്നാണ്. ومن طيبه طاب الجنان ونشره به فاح مسك والكبا والبنفسج ومن طيبه ആ നബിയുടെ സുഗന്ധത്തിൽ നിന്നാണ് താബൽ ജിനാനും സ്വർഗത്തിന് സുഗന്ധം കിട്ടിയത്. വനശ്റുഹു അത് സുഗന്ധം പുറത്തുവിട്ടതും സ്വർഗത്തിന് സുഗന്ധം കിട്ടിയതും അത് സുഗന്ധം പുറത്തുവിട്ടതും ആ നബിയുടെ സുഗന്ധത്തിൽ നിന്നാണ്. ബിഹി ആ നബിയെ കൊണ്ടാണ് ഫാഹ മിസ്കുൻ കസ്തൂരി ഒഴുകുന്നത്. വൽ കിബാ ഊദും വൽ ബനഫ്സജു ബനഫ്സജ് പുഷ്പവും. ഇതെല്ലാം റോസ പോലുള്ളതാണ് ബനഫ്സജ്. ഇതിനെല്ലാം സൗരഭ്യവും സൗഗന്ധികവും ഉണ്ടായത് എന്തിൽ നിന്നാണ്? അങ്ങയിൽ നിന്നാണ്. വമിൻ ഹുസ്നിഹി ആ സൗന്ദര്യത്തിൽ നിന്നാണ് ഹൂറുൽ ജിനാൻ സ്വർഗത്തിലെ ഹൂറുകൾ തസയ്യനത്ത് ഭംഗിപ്പെട്ടത്. അവരെ അലങ്കാരം അങ്ങയുടെ ആ സൗന്ദര്യത്തിന്റെ ഭാഗമാണ്. ഇന്നുണ്ടായതാ അനൽ ഖാസിം ഞാനല്ലേ വിതരണക്കാരൻ. ആർക്കും അള്ളാഹ് എന്നെ ഏൽപ്പിച്ചു, ഞാൻ കൊടുത്തു. അപ്പൊ എന്നെ തൊട്ടവർക്കേ കിട്ടുള്ളൂ. ഒരു മുഅ്മിനായ മനുഷ്യന്റെ മുഖത്തേക്കൊക്കെ പ്രത്യേക പ്രകാശം ഉണ്ടാവും. എന്തേ കൂടുതൽ തൊട്ടിട്ടുണ്ട്. ഒരു വഹാബിയുടെ മുഖത്ത് ഒരിക്കലും പ്രകാശം ഉണ്ടാവില്ല. ശ്രദ്ധിച്ചൊരു മനസ്സിലാവും. അത് മനസ്സിലാക്കാത്ത കാലത്തോളം നിങ്ങൾ സുന്നിയാവില്ല. സത്യം ഞാൻ പറഞ്ഞത്. ഒരു വഹാബിക്ക് ഒരിക്കലും മുഖത്ത് പ്രകാശം ഉണ്ടാവില്ല. എത്ര നിസ്കാരത്തെ ഉണ്ടാവും, പ്രകാശം ഉണ്ടാവില്ല. സുന്നിക്ക് പ്രകാശം ഉണ്ടാവും. എന്തുകൊണ്ട്? നബിയെ തൊട്ടിട്ടുണ്ട് കൂടുതൽ. ആ സത്യം നിങ്ങൾ പരിശോധിച്ച് നോക്കി, ഉറപ്പ്. ഒരാൾ കണ്ടാൽ അറിയാം സുന്നിയാണ് വിചാരിക്കാം. എനിക്കറിയാം, നിങ്ങൾക്കറിയാം, നിങ്ങൾക്കറിയില്ല. ഏറ്റവും കൂടുതലാണ് ഹക്ക്. അത് നിങ്ങൾക്ക് തിരിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഈ ക്ലാസ്സിന് ഇനി വരും വേണ്ട. നിങ്ങൾക്ക് സുന്നിനെ മുജാഹിദിനെ തിരിച്ചറിയില്ലേ? സത്യമല്ലേ? ഒറ്റ നോട്ടത്തിൽ സുന്നിയാണ് മുജാഹിദാണ്. സുന്നിയുടെ മുഖത്ത് പ്രകാശം ഉണ്ടാവും. എന്ത്? അത് ഹബീബ നബിയെ തൊട്ടതുകൊണ്ടാണ്. സുൽത്താനുള്ള ഇഷ്ടമാണ്. അത് യാതൊരു സംശയമില്ല ഈ പറഞ്ഞത്, യാതൊരു സംശയമില്ല. അതിൻ്റെ അപ്പുറം ഉണ്ട് പറയാൻ. എല്ലാം കൂടി ഒരു പൊതു സ്റ്റേജിൽ പറയുന്നത് ഖൈറില്ലാത്തതുകൊണ്ട് ഞാൻ പറയാത്തത്. നബിയെ തൊട്ടതിനനുസരിച്ച് പ്രകാശം ഉണ്ടാവും. അത് നബിയിൽ നിന്നുണ്ടാവുന്നതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് അങ്ങനെ ആക്കി തരട്ടെ. അല്ലാഹു അങ്ങനെ ആക്കി തരട്ടെ. കറുകറുത്ത മനുഷ്യന്മാർക്ക് പ്രകാശം ഉണ്ടാവും. കണ്ണേത്ത് കറുത്ത മനുഷ്യൻ പക്ഷെ പ്രകാശം ഉണ്ടായിരുന്നില്ല. ഒരു ഹൈബത്തും ഒരു എന്തൊക്കെയാ കാണാൻ ഭയങ്കരല്ലേ. അതൊരാൾ കണ്ടാൽ തന്നെ അറിയാം അവനെന്താണോ, കള്ളനാണോ, കള്ളത്തൊരീക്കത്തേരനാണോ, വഹാബിയാണോ ഒക്കെ ഒറ്റ നോട്ടത്തിലറിയും. ഒറ്റ നോട്ടം നോക്കിയാൽ അറിയും. അതറിയാൻ നിങ്ങൾക്ക് കഴിയണില്ലെങ്കിൽ നിങ്ങളും വഹാബിയായിരിക്കും. ഉള്ളു വഹാബിയായിരിക്കും. സുന്നിയാണോ അറിയും. ഒറ്റ നോട്ടത്തിലറിയാം അവൻ സുന്നിയാണോ വഹാബിയാണോ. എനിക്കറിയും. ഇത് നൂറുകണക്കിന് ആളുകൾ ഇത് പറയുന്നത് ഞാൻ കേട്ടിട്ടുമുണ്ട്. ഇത് ഞാൻ പറഞ്ഞു കേൾക്കുക. മുഖത്തൊരു പ്രകാശം ഉണ്ടാവും. സുന്നിക്ക് മുഖത്ത് പ്രകാശം ഉണ്ടാവും, ഉറപ്പ്. എപ്പോഴെങ്കിലും അഹ്ലു സുന്നത്തിൽ നിന്ന് പുറകോട്ട് പോയതാണെങ്കിൽ ആ മൂല്യരെ മുഖത്തൊക്കെ എല്ലാം അറിയും കള്ളനാണ്, സുന്നിയല്ല. തലികടി ഉണ്ടാവും, മുഖത്ത് പ്രകാശം ഉണ്ടാവും. സംതിങ് റോങ്. ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. എന്തോ എന്ത്? അത് ഹബീബ നബിയെ തൊടുക. ഹബീബ നബിയെ തൊട്ടാലേ ആ ഭംഗിയിൽ നിന്നാണ് ഹൂറുൽ ജിനാൻ തസയ്യനത്ത് സ്വർഗത്തിലെ അപ്സരസുകൾ അഴകായത് നബിയുടെ സൗന്ദര്യത്തിൽ തൊട്ടതുകൊണ്ടാണ്.
അല്ലാതെ നബി അവരിൽ നിന്ന് കൊതിക്കല്ല, അവർ നബിന്ന് കൊതിക്കാണ്. മനസ്സിലായില്ല? അതാണ് മുഹമ്മദ്. അപ്പം അത് ബഹ്റു ജൂദാണ്. എന്ത് സൗന്ദര്യം കൊണ്ടവർക്ക് സൗന്ദര്യം കൊടുത്തു, ആക്കൽ കൊണ്ടവർക്ക് ആക്കൽ കൊടുത്തു, അങ്ങനെയെല്ലാം. അപ്പം ഇമാം ഗസാലിക്ക് അത്രയും വലിയ ആക്കലുണ്ടായത് എന്തുകൊണ്ട്? ഇന്ന് ലോകത്ത് ചർച്ച ചെയ്യുന്ന ആളാണ് ഇമാം ഗസാലി. നബിയെ കൂടുതൽ തൊട്ടു, നബിയെ തൊട്ടതാണ് കാരണം. നബിയെ തൊട്ടിട്ടുണ്ട്. ആ അക്കൽ ലോകത്തിന് ഉപകരിക്കുകയും ചെയ്തു. അക്കൽ ഇപ്പോൾ പലർക്കും ഉണ്ടാവും, പക്ഷെ ജനങ്ങൾക്കത് ഉപകരിക്കൂല. അക്കലാർക്കല്ലാട്ട്, പക്ഷെ അത് ഉപകരിക്കൂല. ലോകത്തിന് മുഴുവൻ ഉപകരിച്ചു ഇമാം ഗസാലിയുടെ അക്കൽ. മുസ്ലിമിനും മുസ്ലിം അല്ലാത്തവനും എല്ലാവർക്കും ഇമാം ഗസാലി അക്കൽ ഉപകരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? അത് ഹബീബായ റസൂലുള്ളാഹി തൊട്ടതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ മിൻ ഹുസ്നി ഹൂറുൽ ജിനാനി തസയ്യനത് വമിൻ ഹൈബത്തിൻ എങ്ങനെ വമിൻ ഹുസ്നി ഹൂറുൽ ജിനാനി തസയ്യനത് വമിൻഹു ജലാലുൻ നാറുക തതഅജ്ജജു. വമിൻഹു ജലാൽ, ആ നബിയിൽ നിന്ന് തന്നെയാണ് ജലാലും. ജലാൽ എന്ന് പറഞ്ഞാൽ വളർമ്മ. നാറുഹു, ആ വളർമ്മയുടെ അതിൻ്റെ തീയുണ്ടല്ലോ, തതഅജ്ജജു, അതിങ്ങനെ എന്താ പറയുക, ആളിക്കത്തും. അതും അപ്പോൾ ആളിക്കത്തുന്ന ജലാല് അതും അവിടെ നിന്ന് തന്നെയാണ്. ഒക്കെ അവിടെ നിന്നാണ്, അവിടെ നിന്നല്ല അതൊന്നുമില്ല എന്നും. ജലാല് 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 അങ്ങനെയാണ്. ജലാല് വളർമ്മ. അള്ളാഹുവിന് ജലാലും ഉണ്ട് ജമാലും ഉണ്ട്. അള്ളാഹുവിന് ജലാലും ഉണ്ട് ജമാലും ഉണ്ട്. ആ ജലാല് കൊണ്ടാണ് ഇതൊക്കെ നിലനിൽക്കുന്നത്, ജമാലും കൊണ്ടാണ് നിലനിൽക്കുന്നത്. ജലാല് ഒന്നങ്ങോട്ട് തുറന്നാൽ കരിഞ്ഞു പോകും. അള്ളാഹുവിൻ്റെ പ്രകാശത്തിൻ്റെ നേരിയ ഒരു ഭാഗം ഈ പ്രപഞ്ചത്തിലേക്ക് വന്നാൽ ലഅഹ്റഖത്ത്, കരിഞ്ഞു. മൻതഹ ഇലൈഹി ബസറുഹു, അള്ളാഹിൻ്റെ ദൃഷ്ടി അറ്റമാകുന്ന സ്ഥലം മൊത്തം കരിഞ്ഞു. അത് ജലാലിൻ്റെ അവസ്ഥയാണ്. ജമാലുണ്ട് അത് നിലനിൽക്കുന്നത്. അള്ളാഹ്ക്ക് രണ്ടും ഉണ്ട്, ജമാലുമുണ്ട് ജലാലുമുണ്ട്. ജമാലുണ്ട് അത് നിലനിൽക്കുന്നത്. ഈ പുൽച്ചെടി ഇതൊക്കെ നിലനിൽക്കുന്നത് ജമാലുകൊണ്ടാണ്. എങ്ങാനും ജലാലുകൊണ്ട് നോക്കിയാലോ അപ്പ കരിഞ്ഞു. ഒരൊറ്റ നോട്ടം മനസ്സിലായില്ലേ? ഒരൊറ്റ നോട്ടം നോക്കിയാൽ മതി. ലഅഹ്റഖത്ത് മൻതഹ ഇലൈഹി ബസറുഹു, ആ ദൃഷ്ടി എവിടേക്കെല്ലാം എത്തിയോ അതിൻ്റെ പരിധിയിലുള്ളതൊക്കെ കരിഞ്ഞു. അതാണ് ജലാലിയത്ത്. ഈ പ്രപഞ്ചത്തിൽ ജലാലിയത്ത് വന്നതും നബി തന്നെയാണ്. ചില ആളുകൾ ഹൈബത്തുണ്ടാവും, അത് ജലാലിയത്താണ്. ജമാലുണ്ടാവും ജലാലുണ്ടാവും. കണ്ണിയത്ത്, അതിന് മുഖത്തേക്ക് നോക്കി വർത്താനം പറയാൻ ഒരാൾക്ക് കഴിയില്ല. ഒരു ശത്രുവായ ആളുണ്ടായിരുന്നു, കണ്ണിയത്തിൻ്റെ വീട്ടിൽ നിന്ന് വരുമ്പോൾ പറഞ്ഞ കേട്ടതാണ്, എനിക്കറിയില്ല, ഉസ്താദോ മറ്റോ പറഞ്ഞാണ്. അപ്പം അയാൾ തീരുമാനിച്ചു കണ്ണിയത്തിന് വയ്യരുത്. വരുമ്പോൾ ഒന്ന് സാധാരണ മാറിക്കൊടുക്കും. അപ്പോൾ കണ്ണിയത്തിൻ്റെ ശത്രു അയാൾ. അപ്പം അയാൾ ഒരിക്കൽ വിചാരിച്ചു, എന്ത് മൂപ്പര് മാറട്ടെ, നമ്മൾ മാറൂല. അങ്ങനെ കണ്ണിയത്ത് വരും. കണ്ണിയത്തിന് മാറായി അല്ല, പക്ഷെ കണ്ണിയത്തിൻ്റെ ഏകദേശം അടുത്തെത്താനായപ്പോഴത്തിന് അയാൾ അറിയാതെ മാറിപ്പോയി. മുഖത്തേക്ക് നോക്കിയപ്പോൾ പിന്നെ അയാൾക്ക് മാറാതിരിക്കാൻ അത് ജലാലിയത്താണ്. ഈ ജലാലിയത്തുള്ള ഇഷ്ടം പോലെ ആളുകൾ ഒരു ചെറിയ അളവിലെങ്കിലും ഇന്നലെ വരെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ചില ആളുകൾ ഒരു മജ്‌ലിസിലുണ്ടെങ്കിൽ വേറൊരു മുണ്ടൂല. ജലാലിയത്താണ്. ഇരിക്കടെന്ന് പറയണ്ട, മിണ്ടൂല. പള്ളീൻ്റെ ജനറൽ ബോഡിക്കൊക്കെ തല്ലുണ്ടാക്കണമെന്നുണ്ടാവും, പക്ഷെ മൂപ്പരുണ്ടെങ്കിൽ മിണ്ടൂല. അതെന്താണ്? ജലാലിയത്താണ്, വളർമ്മയാണ്. ദിൽ ജലാലി വൽ ഇക്റാം, ജലാലിയത്താണ്. ആ ജലാലിയത്ത്, ഈ ലോകത്തേക്ക് വേണ്ട ജലാലിയത്തും നബിൻ്റെ കയ്യിൽ തന്നെ കൊടുത്ത്. അപ്പം നബിയെ തൊട്ടാലേ ഹൈബത്ത് ഉണ്ടാവുള്ളൂ. നിങ്ങൾ 25 കൊല്ലം മുമ്പ് കണ്ടൊരു വ്യക്തിയെ ഇപ്പം കാണുമ്പോൾ നിങ്ങൾക്ക് എന്തോന്ന് തോന്നും. എന്തേ? അതിനിടയിൽ അള്ളാഹുവിലേക്ക് ഇയാൾ മുഖറബായിട്ടുണ്ടാവും. ഈ മുഖറബാവുന്നത് കൊണ്ട് ഇയാൾക്ക് ജലാലും ജമാലും കിട്ടും. പണ്ട് ഈ പുറത്തടിച്ച് നടന്ന ചങ്ങായിയാണ്, പക്ഷെ ഇപ്പം അങ്ങനെ അടിക്കാൻ എനിക്ക് കഴിയൂല. എന്തേ? അങ്ങനെ എനിക്ക് തോന്നും ആ ആളെ. അത് ജലാലിയത്താണ്.
മനസ്സിലായില്ലേ? അങ്ങനെയാണ് ജലാലിയത്ത്. അങ്ങനെയാണ്, രണ്ടും ഉണ്ടാവും, ജലാലും ഉണ്ടാവും ജമാലും ഉണ്ടാവും. ജമാല് മനസ്സിലായില്ലേ? ജമാല് കൊണ്ട് ജമാലിൻ്റെ അത്ര ജലാലുണ്ടാകണം ഈ ലോകത്ത്. ഇപ്പോൾ ഉദാഹരണം പറയാം, ഒരു പെണ്ണ് യൂസുഫ് നബിയുടെ പിന്നാലെ കൂടി, വേറെയുള്ള പെണ്ണുങ്ങൾ കൂടാൻ കൊതിച്ച പോലെ തന്നെയല്ലേ എന്തും കയ്യെത്തിയതും. അതിനേക്കാൾ സുന്ദരനാ മുഹമ്മദ് മുസ്തഫ. എൻ്റെ ഒരു പെണ്ണ് പിന്നാലെ കൂടാഞ്ഞു? എൻ്റെ നബിനെ ഒരു പെണ്ണ് പ്രേമിക്കാഞ്ഞു? എൻ്റെ നബിൻ്റെ പിന്നാലെ ബാതിലടച്ചാണ്ട് കുച്ചിടാഞ്ഞു? എന്താ അത്? ജലാലിയത്താ. മുഖത്തേക്ക് നോക്കിയാൽ തോന്നിയാസം കൊണ്ട് മുഖത്തേക്ക് നോക്കിയാൽ അവിടെ വീണ ജീവൻ പോകും. ജലാലിയത്താ. നമ്മൾ ഈ വിട്ടികളാണ്. നമ്മൾ ലോകത്തെ ഏറ്റവും വലിയ സുന്ദരൻ യൂസുഫ് നബിയാന്ന് പറയാം. യൂസുഫ് നബിക്ക് അല്ലാഹു സുബ്ഹാനഹു സൗന്ദര്യം കൊടുത്തിട്ടുണ്ട്. ആ അളവിൽ ജലാലിയത്തുണ്ടെങ്കിൽ ഓള് പിന്നാലെ കൂടൂല. ഈ ജമാലിൻ്റെ അളവിൽ എന്തുണ്ടെങ്കിൽ, ജലാലുണ്ടെങ്കിൽ പിന്നാലെ തന്നെ കൂടൂല, മൂത്രം മതി പോകും. മനസ്സിലായില്ല? വഖല്ലഖത്തിൽ അബ്വാബ്, വാതിൽ ഓളെ അടച്ചില്ലേ? വഖാലത്ത് ഹൈത്തലക്ക്, ഇങ്ങോട്ട് വാന്ന് പറഞ്ഞില്ലേ? അങ്ങനെ ഒരു പെണ്ണ് നബിയോട് പറഞ്ഞിട്ടില്ലല്ലോ. എന്തേ മക്കയിൽ വാതിലൊന്നുമില്ലേ? മക്കയിൽ വാതിലുണ്ടല്ലോ, റൂമുണ്ടല്ലോ. എന്തേ ഒരു പെണ്ണ് നബിയാണ് 40-ആം വയസ്സിലല്ലേ? 40 വയസ്സ് അവിടെ ജീവിച്ചിട്ടില്ലേ? സൗന്ദര്യത്തിൻ്റെ നിറകുടമായൊരു മനുഷ്യൻ. എൻ്റെ ഭർത്താവായി കിട്ടിയെങ്കിൽ ആഗ്രഹിച്ചിട്ടുണ്ടാവും. പക്ഷെ അത് ഹലാലാണല്ലോ. അതിനപ്പുറം ഒരു പെണ്ണ് നബിയെ പ്രേമിച്ചിട്ടില്ലല്ലോ. എന്തുകൊണ്ട് അതങ്ങനെയാണ്. ഖദീജ ബീബി തന്നെ സ്വപ്നം കണ്ടത് സൂര്യൻ തൻ്റെ മടിയിൽ വീഴുന്നതാണ്, ചന്ദ്രനല്ല. സൂര്യന് സൗന്ദര്യം ഉണ്ടെങ്കിൽ ജലാലുണ്ട്, ജമാലുണ്ടെങ്കിൽ ജലാലുണ്ട്. എൻ്റെ മടിക്ക് സൂര്യൻ വീഴുന്നതാണ് സ്വപ്നം കാണുന്നത്. ആര്? ഖദീജ ബീബി. ഇന്ത്യ ചന്ദ്രനെ കാണാഞ്ഞു? ഇത് ചന്ദ്രനല്ല, ഇത് എന്തെന്നെയാണ്? ഇത് സൂര്യനാണ്. നബിയെ ചന്ദ്രനോട് നമ്മൾ ഉപമിക്കുന്നത് നമുക്ക് സൂര്യനെ ഉൾക്കൊള്ളുന്ന കണ്ണില്ലാത്തതുകൊണ്ടാണ്. നബി സൂര്യൻ്റെ അപ്പുറത്താണ്. ബദറു എന്ന് പറഞ്ഞാൽ ബദർ നമുക്ക് നേരിട്ട് നോക്കിയാൽ കാണാൻ കഴിയും, ശരിക്കും കണ്ടെടുക്കാം. അങ്ങനെ ആരെ കണ്ടെടുക്കാൻ കഴിയില്ല? സൂര്യനെ. അതുകൊണ്ട് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒന്നുകൊണ്ടാണ് ഉപമിച്ചത്. നബിയോ? നബിയല്ലേ فإنه شمس فضلهم كواكبها يظهرن أنوارها للناس في الظلم. فإنه شمس ഫളിന്റെ സൂര്യനാണ് മുഹമ്മദ്. മനസ്സിലായില്ലേ? ഹും കവാകിബുഹ, മറ്റുള്ള അമ്പിയാക്കർ ആ സൂര്യൻ്റെ വെളിച്ചത്തിൽ നിന്ന് കിട്ടി വിതരണം ചെയ്ത നക്ഷത്രങ്ങൾ മാത്രമാണ്. അത്രയേ ഉള്ളൂ. ചിന്തിക്കും. അപ്പം എന്തുണ്ടായി? ജമാലുണ്ട്. അത് ഞാൻ യൂസുഫ് നബി ചെറുതാക്കിയതല്ല. ആ അളവിൽ എന്തുണ്ടായില്ല? ജലാലുണ്ടായില്ല. ജലാലുണ്ടെങ്കിൽ ഉണ്ടല്ലോ. യൂസുഫ് നബിയെ കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ ഓള് മൂത്രിച്ച് വീണു. നിങ്ങളെന്തത് ജീവിതത്തിൽ ചിന്തിക്കാഞ്ഞു? അള്ളാഹു റസൂലിൻ്റെ പിന്നാലെ പെണ്ണ് കൂടിയില്ലല്ലോ. എന്തേ വിചാരിക്കുമ്പോൾ എൻ്റെ ബോധം കൊടുക്കും. ജമാലിനനുസരിച്ച് എന്തുണ്ട്? ജലാലും ഉണ്ട്. അതാണ് കാരണം. ആ ജലാല് മനസ്സിലായില്ലേ? ആ ജലാലി തലഹബു തഅജ്ജജു, അതിങ്ങനെ കത്തിപ്രകാശിക്കും. ആ ജലാല് അമിൻഹു ജലാലുൻ, അതിൽ ആ നബിയിൽ തന്നെയാണ് വളർമ്മയും. നാറുഹു, അതിൻ്റെ തീ തഅജ്ജജു, അതിങ്ങനെ തഅജ്ജജു, അതിങ്ങനെ കത്തിപ്രകാശിക്കും. അങ്ങനത്തെ ജലാലും നബിയിൽ നിന്നുണ്ടായതാണ്. പിന്നെ
ومن حسنه حور الجنان تزينت ومنه جلال ناره تتعجج ومن علمه لوح العلي وجوده به وعليه الخلق والأمر ينسج ومن علم ആ നബിയുടെ ഇൽമിൽ നിന്നാണ് ലൗഹുൽ അലി ഉന്നതമായ ലൗഹ് ഉണ്ടായത്. വജൂദുഹു ആ ലൗഹിൻ്റെ ധർമ്മവും ഒക്കെ നബിയിൽ നിന്നുണ്ടായതാണ്. വജൂദുഹു ബിഹി ആ ലൗഹ് എന്ന പലക, സർവവിജ്ഞാനങ്ങളുടെയും കേന്ദ്രമായ ലൗഹ് എന്ന പലക ലോകത്തിന് വല്ലതും കൊടുത്തിട്ടുണ്ടെങ്കിൽ ബിഹി, അതും നബിയെ കൊണ്ടാണ്. ومن علمه لوح العلي وجوده به وعليه الخلق والأمر ينسج به وعليه الخلق والأمر خلق أمر എല്ലാം നബിയുടെ മേലാണ് യുൻസജു നെയ്യപ്പെടുന്നത്. ഖൽഖും അംറും എല്ലാം അലാ ലഹുൽ ഖൽഖു വൽ അംറു ഒക്കെ നബിയെ കൊണ്ട് നെയ്യപ്പെടുകയാണ്. ഈ ലോകത്ത് എന്തുണ്ടാകണമെങ്കിലും അതിലൊരു പാർട്ട് ആരാണ്? സുൽത്താൻ. അതിൽ ആദ്യത്തെ സ്റ്റോൺ നബിയാണ്, അതിൻ്റെ അവൽ ഫൗണ്ടർ നബിയാണ് മുഹമ്മദ് മുസ്തഫ. ഇനി വിഷയത്തിലേക്ക് തിരിച്ചു വരും. അപ്പോൾ ഇവിടെ എന്താ പറയാൻ കാരണം? ബഹ്റു ജൂദ്, നബി ധർമ്മത്തിൻ്റെ സമുദ്രമാണ്. അത് ആ കൊടുക്കുന്ന അളവോളം എനിക്ക് വാങ്ങിയേക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു നേട്ടം ഒരു അടിമക്കില്ല. വാങ്ങിയേക്കാൻ കഴിയണം. നബി കൊടുക്കുന്നുണ്ട്, നമുക്ക് വാങ്ങിയേക്കാൻ കഴിയുന്നില്ല. നബി കൊടുക്കുന്നുണ്ടോ ഇല്ലേ? നബി കൊടുക്കുന്നുണ്ടോ ഇല്ലേ? ഉണ്ട്. കാരണം നബി ആരാണ്? ഇപ്പം 10 വട്ടം ഞാൻ പറഞ്ഞു, നബി ആരാണ്? കാസിമല്ലയുടെ ചങ്ങായി. നബി ആരാണ്? കാസിമല്ലേ, കൊടുക്കണോനല്ലേ, വിതരണക്കാരനല്ലേ. അപ്പം നമ്മൾക്ക് എന്ത് ചെയ്യാം? വാങ്ങിയൊക്കെ തിക്കി തിരക്കി അവിടുന്ന് വാങ്ങണം. തിരക്കൊക്കെ കഴിയോട്ടെ, നമുക്ക് നബി പോവും. തിക്കി തിരക്കി വാങ്ങണം. അപ്പം നബിന്ന് വാങ്ങണമെങ്കിൽ ആ സമാൻ്റെ ഒരു കഷ്ടപ്പാട് നിനക്കുണ്ടാവും. പലരും എൻ്റെ കുപ്പായം കീറും. തിരക്കിൽ വാങ്ങുമ്പോൾ കുപ്പായം കീറുമല്ലോ. ഇസ്തിരി ചുളിയാതെ നബിൻ്റെ അടുത്ത് വാങ്ങണം, അത് നടക്കൂല. ഈ കൂട്ടത്തിൽ ഉള്ള ഒരാളാണ് എന്നോട് പറഞ്ഞത്, എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഈ റമളാൻ മാസത്തിൽ വരെ പെൺകുട്ടികൾ നിസ്കരിച്ചില്ല. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, എന്താ പെണ്ണുങ്ങളെ, റമളാനല്ലേ, നിങ്ങൾ നിസ്കരിച്ചൂടെ? അപ്പം എന്താ അവർക്ക് മേക്കപ്പ് പോകും. ഈ കൂട്ടത്തിൽ ആ ആൾ ഇരിക്കുന്നുണ്ട്, അയാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ റമളാൻ മാസത്തിൽ മുസ്ലിം പെൺകുട്ടികൾ നിസ്കരിക്കുന്നുണ്ട്. ഒരു യശോദയല്ലല്ലോ, അതാരാ? ഫാത്തിമയും സക്കീനയാണല്ലോ നിസ്കരിക്കുന്നുണ്ട്. പക്ഷെ നിസ്കരിക്കൂല. എന്തേ? ഞങ്ങൾ പേരിൽ പോയി നിസ്കരിച്ചുകൊണ്ട്. എന്തേ പറയേ? നിസ്കാരങ്ങൾക്ക് വിരോധമൊന്നുമില്ല. ഇവരാരെന്നെയാണ് നിസ്കരിക്കുന്നവർ തന്നെയാണ്. പക്ഷേ ഇവിടെ നിസ്കരിക്കാൻ പറ്റൂല. നിസ്കരിച്ചാൽ മേക്കപ്പ് പോവും. അതാണ് വിഷയം. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ടോയ്ലറ്റിലേക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായപ്പോൾ ഞാൻ ടോയ്ലറ്റ് പോയി. അപ്പോൾ ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങുന്നിടത്തൊരു കണ്ണാടി വെച്ചിട്ടുണ്ട്. ആ കണ്ണാടിൻ്റെ പുറത്തെല്ലാം പല സൈസ് ഇതുണ്ട്, കളർ. അപ്പോൾ എന്നോട് പറഞ്ഞു, അത് പെൺകുട്ടികൾ ഒന്ന് മുഖം കഴുകേണ്ടി വന്നാൽ പിന്നെ പോലും എടുത്തിട്ട് എന്ത് ചെയ്യും? ചുണ്ടുമ്പോൾ തേച്ചിട്ട് ബാക്കി ഇങ്ങനെ തോണ്ടണതാ. അറിയാതെ മുഖം ഒന്ന് കഴുകി പോയാൽ അവർക്ക് പിന്നെ എന്ത് ചെയ്യണം? മേക്കപ്പ് ചെയ്യണം. അപ്പോൾ മേക്കപ്പ് സാധനം പോലെ തന്നെ ഉണ്ട്. അതെടുത്തിട്ട് ഒരു ചുണ്ടുമലും അവിടെ ഇവിടെയൊക്കെ തേച്ച് ക്ലിയറാക്കിയതിന് ശേഷം ബാക്കി എന്ത് ചെയ്യും? ആ ചുമരുമ ഇഷ്ടംപോലെ അങ്ങനത്തെ വരകളുണ്ട്. ഇടക്കിടക്ക് വൈറ്റ് വാഷ് ചെയ്യുന്നുണ്ടാവും. എന്നിട്ടും ഇത് ബാക്കിയുണ്ട്, ഞാൻ കണ്ടു. അപ്പോൾ നോക്കി നിങ്ങൾ, അങ്ങനെയൊക്കെ നബിയെ കിട്ടണമെന്ന് ഇന്നത്തെ കാലത്ത് ആളുകൾക്കുള്ളൂ. നമ്മളെ മേക്കപ്പും കൂടി കഴിഞ്ഞിട്ട് ആരെ കിട്ടണം? മനസ്സിലായില്ല? അങ്ങനെ നബിൻ്റെ മഹത്വങ്ങൾ ഇങ്ങനെ വല്ലാതെ ഒരാൾ പറയുന്നത് കേട്ടപ്പോൾ, ഒരു തിരുവിതാംകൂറുള്ള ഒരു മുസ്ലിം പറഞ്ഞത് എന്നോട് ഒരാൾ തമാശ പറഞ്ഞു. തമാശയാവും, പുള്ളിക്കാരൻ തിരക്കിടില്ലല്ലോ എന്ന് പറഞ്ഞു എന്നാണ്. മനസ്സിലായില്ല? അങ്ങനെയാണെങ്കിൽ പുള്ളിക്കാരൻ തിരക്കിടില്ലല്ലോ എന്ന് ഒരു നബിനെ പറ്റിയുള്ള പ്രസംഗം കേട്ടു. ഒരു തിരുവിതാംകൂറിൽപ്പെട്ട ഒരു മുസ്ലിം നബിനെ പറ്റിയുള്ള പ്രസംഗം
ആദ്യം കേൾക്കാണ്. കേട്ടപ്പോൾ മൂപ്പർക്ക് എന്ത് തോന്നി? ഇങ്ങനെയൊക്കെ ആണേൽ പുള്ളിക്കാരൻ തെറ്റില്ലല്ലോ, ഇങ്ങനെ കാണേൽ പുള്ളിക്കാരൻ തെറ്റില്ലല്ലോ അങ്ങനെ തോന്നി ഒരു മുസ്ലിമിന്. അതന്നെ. അതപ്പോൾ നമ്മളൊക്കെ മക്കൾ ഞാൻ അവിടേക്കെത്തും. അള്ളാ നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. എൻ്റെ വിഷയത്തിലേക്ക് തിരിച്ചു വരും. മനസ്സിലാണ്ട് പറഞ്ഞത്? അള്ളാൻ്റെ ഹബീബിനെ നമ്മൾ തിക്കി തിരക്കാണ് വാങ്ങണം. നബി കൊടുക്കന്നെയാണ്. അപ്പോൾ കൊടുക്കണോളടുത്ത് ആളുണ്ടാവില്ലേ, അപ്പോൾ തിക്കി തിരക്കണം. കൊതി